ഒരുങ്ങാനായിട്ട് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും നമുക്കൊന്ന് കടന്നു പോകാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇരുളിൽ മൂടപ്പെട്ടിരുന്ന ആ നിമിഷങ്ങളിൽ പ്രത്യാശയുടെ ആദ്യ സ്പർശനമായി ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇരുളിനെ വെളിച്ചമാക്കി മാറ്റി, ശൂന്യതയെ ജീവൻ കൊണ്ട് നിറച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങൾ ഉണ്ടാകും, ഹൃദയം തകർന്നു പോകുന്ന നിമിഷങ്ങൾ, പ്രതീക്ഷകൾ ഇല്ലാതാകുന്ന സമയങ്ങൾ, പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്ത ദിവസങ്ങൾ. അപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിശബ്ദമായി നമ്മുടെ ജീവിതത്തിന് മീതെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം കാണാത്ത കണ്ണീരിന്റെ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് കാണുകയും അറിയുകയും ചെയ്യുന്നു. ജോബിന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിന്റെ ചൈതന്യം എന്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം എന്റെ അധരം വ്യാജം പറയുകയില്ല, എന്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയുമില്ല. ഇതൊരു തിരുവചനം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. നാം ഓരോ ശ്വാസം എടുക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നമ്മോടൊപ്പം ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ ശ്വാസം തന്നെ ദൈവത്തിന്റെ സമ്മാനമാണ്. പരിശുദ്ധാത്മാവില്ലാത്ത മനുഷ്യ ജീവിതം വെറും ഒരു ശരീരം മാത്രമാകുന്നു. ആത്മാവിന്റെ സ്പർശനമാണ് നമ്മെ ജീവന്റെ സാക്ഷികളാക്കി മാറ്റുന്നത്. പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, അവിടുന്ന് നമ്മുടെ വഴികാട്ടിയാണ്, ആശ്വാസദായകനാണ്, ധൈര്യത്തിന്റെ ഉറവിടമാണ്. തളർന്നു പോകുന്ന ഹൃദയങ്ങളിൽ അവിടുന്ന് പ്രത്യാശ നിറയ്ക്കുന്നു. ഭയപ്പെടുന്ന ആത്മാക്കൾക്ക് ധൈര്യം നൽകുന്നു. മുറിവേറ്റ മനസ്സുകളിൽ സ്നേഹത്തിന്റെ തൈലം പുരട്ടുന്നു. ഈശോയുടെ മരണശേഷം ഭയന്ന് കഥകടച്ചിരുന്ന ശിഷ്യന്മാർ പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ ലോകത്തെ മാറ്റിമറിച്ച സാക്ഷികളായി മാറി. അതുപോലെ നമ്മുടെ ജീവിതവും പരിശുദ്ധാത്മാവിന്റെ തീയിൽ ജ്വലിക്കുമ്പോൾ ഈശോയ്ക്ക് സാക്ഷികളായിട്ട് മാറാൻ സാധിക്കും. ഇന്ന് നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ശൂന്യതകളിൽ അങ്ങ് വന്ന് നിറയണമേ. രൂപരഹിതമായ എല്ലാ ജീവിത മേഖലകളെയും അങ്ങ് രൂപമുള്ളതാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വഴി നടത്തണമേ. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ട് എന്ന ബോധ്യത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ. എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. അഗ്നിജ്വാലയായി അഭിഷേകകാത്രായി പരിശുദ്ധാത്മാ